ബാലൻസിങ് ഓഫ് റെഡോക്സ് റിയാക്ഷൻ. അതിൽ ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുമ്പോൾ ഓക്സിഡേഷൻ നമ്പർ മെത്തേഡാണ്. ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ്. ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ്. രണ്ടാമത്തെ എന്ന് പറയുമ്പോഴത്തേക്കും ഹാഫ് റിയാക്ഷൻ മെത്തേഡ്. ഓക്കെ ആണല്ലോ. ഓക്കെ, നമ്മൾ ആദ്യം ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് വഴി ചെയ്യാൻ പോവാണ്. ഒന്നാമത്തേത് ഓക്സിഡേഷൻ, ശ്രദ്ധിച്ചോണം, ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ചോണം. ഒന്നാമത്തേത് ഓക്സിഡേഷൻ നമ്പർ മെത്തേഡാണ്. ഈ ഓക്സിഡേഷൻ നമ്പർ മെത്തേഡിനകത്ത് നോക്കിക്കോളൂ, നമുക്കൊരു ക്വസ്റ്റ്യൻ തരുവാണ് ഇങ്ങനെ: MnO4 പ്ലസ് Br gives MnO2 പ്ലസ് BrO3 മൈനസ്. ഇതെഴുതിക്കോ. ഇത് ബേസിക് മീഡിയം എന്നാണ് അവർ തന്നിരിക്കുന്നത്. ബേസിക് മീഡിയം. എന്നിട്ട് അവർ പറയാം ബാലൻസ് ദ എന്താണ് കെമിക്കൽ റിയാക്ഷൻ, ബാലൻസ് ദ റെഡോക്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക. എടാ, ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് പഠിപ്പിക്കാൻ വേണ്ടി ഒരു റിയാക്ഷൻ എഴുതുക, എങ്ങനെയാണ് ബാലൻസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ സാധാരണഗതിയിൽ ഈ കെമിക്കൽ റിയാക്ഷനെ ബാലൻസ് ചെയ്യുന്നത് എങ്ങനെയാണ്? Cl2 എത്ര വന്നു, അത് അപ്പുറത്തിട്ടു ഇപ്പുറത്തിട്ടു, അതൊക്കെ വെച്ചിട്ട് ബാലൻസ് ചെയ്യുന്നത്. എന്നാൽ ഇവിടെ ബാലൻസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, കുറച്ച് കാര്യം നോക്കണം. നമ്മൾ ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് ആണ് ആദ്യം പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നോക്കിയോ, ആദ്യം എന്ത് ചെയ്യണമെന്നറിയോ? ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്താ ചെയ്യണമെന്നറിയോ? ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇവരുടെ എല്ലാ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കുക, ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അപ്പം ഞാൻ ആദ്യം MnO4 മൈനസിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം? X+4 × -2 അല്ലേ ഓക്സിജന്റെ, ഈസിക്കലു എത്ര? മൊത്തം ചാർജ് ഇതിന്റെ എത്ര കിട്ടി? -1. അപ്പം X - 8 ഈസിക്കലു -1 എന്നും X ഈസിക്കലു -1 + 8 എന്നും X ഈസിക്കലു +7 എന്നും കിട്ടി അല്ലേ? അടുത്തത് Br മൈനസിന്റെ എന്താ? Br മൈനസിന്റെ -1 ആണ്, ആണോ? അതേപോലെ MnO2-നകത്ത് Mnന്റെ എന്തായിരിക്കും? നമുക്ക് നോക്കാം എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്. അതായത് X+2 × -2 ഈസിക്കൽ ഇതൊരു കോമ്പൗണ്ട് ആയതുകൊണ്ട് തന്നെ 0. അപ്പം X - 4 ഈസിക്കൽ 0, X ഈസിക്കൽ എത്രയാ? +4. അപ്പം ഈ മാംഗനീസിന്റേത് എന്താണ്? +7, ഇതിന്റേത് -1, ഇതിന്റേത് +4. മൊത്തം കോമ്പൗണ്ടിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എപ്പോഴും എത്രയായിരിക്കും? ഒരു കോമ്പൗണ്ടിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് മൊത്തം എത്രയാണ്? 0 ആയിരിക്കും. മനസ്സിലായോ? ഇവിടെ -1 വരാൻ കാരണം എന്താണെന്നറിയോ? ഇത് ഒരു അയോൺ സ്പീഷ്യസ് ആയതുകൊണ്ടാണ്. ഇതിന്റെ ചാർജ് മുകളിൽ -1 തന്നിട്ടുള്ളതുകൊണ്ടാ -1. മനസ്സിലായോ? ഇത് നമ്മൾ ചെയ്തതാണല്ലോ. ഓക്കെ, ഇനി അടുത്ത എന്താ? ഇനി ഒരെണ്ണം കൂടെ ഉണ്ടല്ലോ, BrO3 - ഉണ്ടല്ലോ. BrO3 എങ്ങനെ കണ്ടുപിടിക്കുന്നത്? X+3 × -2 ഈസിക്കലു എത്രയാ? -1. അപ്പം X -6 ഈസിക്കലു -1, X ഈസിക്കലു എത്രയാ? -1 + 6 ഈസിക്കലു എത്രയാ? +5. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മൾ അതെല്ലാം കണ്ടുപിടിച്ചു. ഇത് +5. ഇത് പരീക്ഷയ്ക്ക് ഇങ്ങനെ വലിച്ചു വാരി ഇങ്ങനെ എഴുതല്ലേ. പരീക്ഷയ്ക്ക് എന്താ, സൈഡിൽ എവിടെയെങ്കിലും ചെയ്ത് നോക്കിയിട്ട് ഈ സ്റ്റെപ്പ് എല്ലാം ചെയ്ത് നോക്കിയിട്ട് ആൻസർ മാത്രം എടുത്ത് എഴുതിയാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ ആ ചെയ്ത് നോക്കുമ്പോൾ സ്റ്റെപ്പായിട്ട് ഇവിടെ ഇങ്ങനെ താഴെ ചെയ്ത് നോക്കിയോ, എന്നാലും കുഴപ്പമില്ല. ഓക്കെ ആണല്ലോ. ആദ്യത്തെ സ്റ്റെപ്പ് ഇതാണ്, നമ്മളത് മാർക്ക് ചെയ്തു അല്ലേ? അത് എന്നിട്ട് രണ്ടാമത്തെ റിയാക്ഷൻ നമ്മളിവിടെ എല്ലാം നമ്മൾ മാർക്ക് ചെയ്യുന്നത്. നമ്മൾ എവിടെ മാർക്ക് ചെയ്തു? നമ്മൾ വീണ്ടും ഇത് എഴുതുന്നു. രണ്ടാമത്തെ സ്റ്റെപ്പ്, സെക്കൻഡ് സ്റ്റെപ്പ് നോക്കിക്കോ. സെക്കൻഡ് സ്റ്റെപ്പിൽ ആ റിയാക്ഷൻ ഒന്നുകൂടെ എഴുതുകയാണ്. എന്താ? MnO4 പ്ലസ് Br gives എന്താ? MnO2 പ്ലസ് എത്ര? BrO3 മൈനസ്. അതിനകത്ത് നോക്കിയേ, ഇതിന്റെ എത്രയായിരുന്നു? +7. ഇതിന്റെ എത്രയായിരുന്നു? എത്രയായിരുന്നു ഇതിന്റെ പ്ലസ്? Mnന്റെ +4. ഇവിടെ ഇത് -1, ഇവിടെ എത്രയായിരുന്നു? +5. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ നോക്കിയേ, ഇത് അതായത് Mn +7 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ചെയ്ത് +4 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയപ്പോൾ ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞോ കൂടിയോ? +7 +
അപ്പം ഓക്സിഡേഷൻ നമ്പർ ഡിക്രീസസ് ബൈ എത്രയാണ്? എത്ര കുറഞ്ഞു? ഡിക്രീസസ് ബൈ 3. അപ്പൊ ഇവിടെ എന്താ? ഇവിടെ ലോസ്, ഇവിടെ എന്താ? ഡിക്രീസസ് ബൈ 3 എന്ന് പറയുമ്പോൾ ഇവിടെ എത്ര ഇലക്ട്രോൺ ലോസ് ആയി? ലോസ് ഓഫ് 3 ഇലക്ട്രോൺസ് അല്ലേ? ആണോ? അപ്പൊ ഇവിടെ എന്താ നടക്കുന്നത്? ഓക്സിഡേഷൻ ആണ്. ഓക്കെ, ഇതാദ്യം മാർക്ക് ചെയ്തു ഇവിടെ. ഇനി നോക്കിയേ, Br മൈനസ് ഇവിടെ എന്തായിട്ട് മാറി? അനുഷ്ക ഇവിടെ നോക്കിയാൽ അവിടെ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ തന്നെ മാറി എന്ന് ചെയ്തു. ഇവിടെ നോക്കിയോ, അതായത് Br മൈനസ് നോക്കിയേ, -1 ഇവിടെ എന്തായി? അതായത് -1 നോക്കിയേ, -1 കഴിഞ്ഞ ഒരു 0 ഉണ്ട്, 0 കഴിഞ്ഞ് 1 ഉണ്ട്, 1 കഴിഞ്ഞ് 2 3 4 5 കണ്ടോ? എത്ര കൂടിയത്? 6 അല്ല 7. എടാ ഇവിടുന്ന് 1 2 3 4 5 6 കൂടി. ഓക്കെ, ഓക്കെ. അപ്പം ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ എന്താ സംഭവിച്ചത്? ഇവിടെ ഓക്സിഡേഷൻ നമ്പർ എന്ത് ചെയ്തു? അയ്യോ, ഇവിടെ ഓക്സിഡേഷൻ നമ്പർ ഡിക്രീസ് ചെയ്യുവാണെങ്കിൽ ഇവിടെ റിഡക്ഷൻ അല്ലേടാ വരുന്നത്. കുഞ്ഞുങ്ങളെ ഇതൊന്ന് മാറ്റി എഴുതുക. ഇവിടെ ഓക്സിഡേഷൻ നമ്പർ ഡിക്രീസ് ചെയ്യുവാണെങ്കിൽ എന്തുവാ? റിഡക്ഷൻ. പിന്നെ നിങ്ങൾ ഓക്സിഡേഷൻ ആണല്ലോ നേരത്തെ പറഞ്ഞത്, ഞാനും ശ്രദ്ധിച്ചില്ല. ഓക്കെ, പോട്ടെ. ഓക്സിഡേഷൻ നമ്പർ എന്താണ്? ഡിക്രീസ്ഡ് ബൈ 3 എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ റിഡക്ഷൻ ആണ്. അത് എന്താ നടക്കുന്നത്? ഗെയിൻ ഓഫ് 3 ഇലക്ട്രോൺ എന്നാണ് നടക്കുന്നത്. ഗെയിൻ ഓഫ് 3 ഇലക്ട്രോൺ. അപ്പൊ എന്താ? അവിടെ റിഡക്ഷൻ ആണ്. ഓക്കെ ആണല്ലോ. ഇവിടെ നോക്കിയേ, ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസസ് ബൈ എത്രയാ? ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസസ് ബൈ എത്രയാ? 6 ആണല്ലോ. അപ്പൊ അതിനർത്ഥം എന്തുവാ? ഇവിടെ ഇലക്ട്രോൺ എത്ര അക്സെപ്റ്റ് ചെയ്തെന്ന, ലോസ് ചെയ്തെന്ന? ഓക്സിഡേഷൻ എന്ന് പറയുമ്പോൾ ലോസ് ഓഫ് ഇലക്ട്രോൺ അല്ലേ? അപ്പൊ ഇവിടെ ലോസ് ഓഫ് എത്ര ഇലക്ട്രോണാ? ലോസ് ഓഫ് 6 ഇലക്ട്രോൺസ് എന്ന് എഴുതിക്കോണം. അതെന്താണ്? അത് ഓക്സിഡേഷൻ ആണ്. ആണല്ലോ. ഇത് രണ്ടെണ്ണം മാർക്ക് ചെയ്തു. തെറ്റാണോ? മാർക്ക് ചെയ്ത് ഇത് എഴുതണം. രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട് ഇത് എഴുതണം. റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതെല്ലാം വിട്ടേ. റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ 3 നോട്ട് എഴുതിപ്പിച്ചായിരുന്നു. റിഡക്ഷനും ഓക്സിഡേഷനും എന്താന്നുള്ളത്. തിരിച്ചോ. റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ആദ്യം എന്താ എഴുതിയിരിക്കുന്നത്? ആണോ? ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താ എഴുതിയിരിക്കുന്നത്? അപ്പം 3 ഓക്സിഡേഷൻ നമ്പർ 3 കുറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? 3 ഇലക്ട്രോൺ ഗെയിൻ ചെയ്തെന്നാണ്. ഓക്സിഡേഷൻ നമ്പർ 6 കൂടി എന്ന് പറഞ്ഞാൽ എന്താ? ഓക്സിഡേഷൻ ആണ്. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ 6 ഇലക്ട്രോൺ ലോസ് ആയി എന്നർത്ഥം. എടാ, ഓക്സിഡേഷൻ നമ്പർ കൂടുക എന്ന് പറഞ്ഞാൽ എന്തുവാ? ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്തുവാ? അവിടെ കൊടുത്തിട്ടുണ്ട് ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന് അതെന്തോ? ഓക്സിഡേഷൻ ആണോ റിഡക്ഷൻ ആണോ? ആണല്ലോ. അപ്പൊ ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്താൽ ഓക്സിഡേഷൻ, ഇവിടെ ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്യണോ താഴെ? ആണ്. പക്ഷെ അതിനെ വേറെ രീതിയിൽ എങ്ങനെ തിങ്ക് ചെയ്യാം? ഓക്സിഡേഷൻ ആകുമ്പോൾ അത് ലോസ് ഓഫ് ഇലക്ട്രോണും കൂടെ അല്ലേ? അപ്പൊ അവിടെ 6 എണ്ണം ഇൻക്രീസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഓക്സിഡേഷൻ നമ്പർ 6 ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് എങ്ങനെയാ വന്നേ? അത് 6 ഇലക്ട്രോണിനെ ലോസ് ചെയ്തു. ഇലക്ട്രോണിനെ ലോസ് ചെയ്യുമ്പോഴല്ലേ പോസിറ്റീവ് ചാർജ് വരുന്നത് അല്ലേ? അപ്പൊ ചിന്തിക്കുക. അങ്ങനെ ഒന്നും ചിന്തിക്കണ്ട. ഒറ്റ കാര്യം, നിങ്ങൾ എന്തിനാ ഈ കൺഫ്യൂഷൻ ആക്കുന്നേ? വായിച്ചില്ല, അതെന്നെ ആദ്യമേ അത് തന്നത്. ഇത് ശ്രദ്ധിക്കണം. ഇതെല്ലാം നോക്കിയോ. ഇവിടെ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇത് കൺഫ്യൂഷൻ ആക്കല്ലേ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ പേഴ്സണലായിട്ട് എനിക്കൊരു മെസ്സേജ് അയക്കുക, അല്ലെ ബാക്കിയുള്ള ആൾക്കാരുടെ കൺഫ്യൂഷൻ ആയിപ്പോ. ഞാൻ ഈ പറയുന്ന അതേപോലെ തന്നെ പഠിക്കുക. ഓക്കെ, ഈ +7 നിന്ന് +4 വരുമ്പോഴത്തേക്കും എന്താ? ഇവിടെ ഓക്സിഡേഷൻ നമ്പർ കുറയുക. ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞാൽ റിഡക്ഷൻ ആണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. എത്ര കുറഞ്ഞു? 3 കുറഞ്ഞു. അപ്പൊ 3 കുറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം എന്താ? റിഡക്ഷൻ നടന്നെങ്കിൽ 3 കുറഞ്ഞെങ്കിൽ അത് 3 ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്തു എന്നും കൂടെ അർത്ഥമുണ്ട്. ഓക്കെ, ഇവിടെ Br -1 +5 ആണെങ്കിൽ അതിനർത്ഥം എന്തുവാ? 6 ഓക്സിഡേഷൻ നമ്പർ 6 കൂടിയെന്ന. അപ്പൊ ഓക്സിഡേഷൻ ആണ് നടന്നത്. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ വേറൊരു അർത്ഥമുണ്ട്, ലോസ് ഓഫ് ഇലക്ട്രോൺ. അപ്പൊ 6 ഓക്സിഡേഷൻ നമ്പർ കൂടിയെങ്കിൽ നിങ്ങൾ ആലോചിച്ചോണം 6 ഇലക്ട്രോണിനെ ലോസ് ചെയ്തു എന്നുള്ളത്. അങ്ങനെ ഒരു അർത്ഥമുള്ളൂ. ഓക്കെ ആണല്ലോ. ഓക്കെ, എഴുതുക. ഓക്കെ ആണല്ലോ. ഇനി നോക്കി, ഇവിടത്തെ ഇലക്ട്രോൺ ലോസ് ചെയ്തിരിക്കുന്നത് ബാലൻസ്ഡ് ആണോ? ഇവിടെ 3 ഇലക്ട്രോൺ ആണ് ഗെയിൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ എത്ര ഇലക്ട്രോണാ? 6. അങ്ങനെ ഒരിക്കലും വരത്തില്ല. കാരണം ഇവിടെ ലോസ് ചെയ്ത അത്ര ഇലക്ട്രോൺ തന്നെ ഇവിടെ എന്ത് ചെയ്യണം? ഗെയിൻ ചെയ്യണം. ശരിയല്ലേ? അതായത് എടാ, ഇയാൾ ലോസ് ചെയ്യുന്ന ഇലക്ട്രോൺ അപ്പുറത്തെ ആൾ മേടിക്കുന്നത്. കാരണം ഇവർ രണ്ടുപേരും ഒരേപോലെ അല്ലേ റിയാക്ട് ചെയ്യുന്നത്. അതായത് രണ്ടും ഒരേ റിയാക്ടിങ് മിക്സ്ചർ അല്ലേ?
ഇവിടെ 6 ഇലക്ട്രോൺ ലോസ് ചെയ്യുന്നെങ്കിൽ അവിടെ എന്ത് ചെയ്യണം 6 ഇലക്ട്രോൺ ഗെയിൻ ചെയ്യണം. പക്ഷെ ഇവിടെ എത്ര ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുന്നതായിട്ടേ കാണിക്കുന്നുള്ളൂ 3. അപ്പൊ ഇനി എന്ത് ചെയ്യണം ഇൻറ്റു 2 ചെയ്യണം. ഇൻറ്റു 2 ചെയ്യുമ്പോൾ നോക്കിയോ തേർഡ് സ്റ്റെപ്പില് എന്താ സംഭവിക്കുന്നത്, ഇവിടെയും ഒരു 2 വരും. കാരണം ഒരു Mn മൈനസിന് 3 ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുമെങ്കിൽ 2 Mn(O4) 1 മൈനസ് ആയിരിക്കും എത്ര ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുന്നത്, 6 ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുന്നത്. ശരിയല്ലേ? അതായത് ഒരു MnO4 1 മൈനസ് 3 ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുമെങ്കിൽ 2 MnO4 മൈനസ് ആയിരിക്കും എത്ര ചെയ്യുന്നത്, 6 ഇലക്ട്രോൺ. അപ്പൊ എന്ത് ചെയ്യുക, ഇവിടെ 2 MnO4 മൈനസ് പ്ലസ് Br മൈനസ് ഗീവ്സ് ഇവിടെയും 2 ഇടുക. അപ്പൊ 2 MnO4 മൈനസ് 6 ഇലക്ട്രോൺ ഗെയിൻ ചെയ്തെങ്കിൽ 2 MnO2 ഉണ്ടാവും പ്ലസ് എത്രയാ BrO3 മൈനസ്. എഴുതിക്കും മൂന്നാമത്തെ സ്റ്റെപ്പ്. ഇനി നാലാമത്തെ എന്താണെന്നറിയാമോ, ഓക്സിജനെ ബാലൻസ് ചെയ്യാന്നുള്ളതാണ്. ഓക്സിജനെ ബാലൻസ് ചെയ്യാൻ നമ്മൾ എപ്പോഴും ചിന്തിച്ചോണം, ഓക്സിജൻ കുറവുള്ളിടത്ത് അത്രയും വാട്ടർ മോളിക്കൂൾ ഇട്ട് കൊടുത്തേക്കണം. എന്തുവാ, അത്രയും വാട്ടർ മോളിക്കൂൾ ഇട്ട് കൊടുക്കണം. നോക്കിയോ, അപ്പം ഇവിടെ എത്ര ഓക്സിജൻ ഉണ്ട്, 4 × 2 8 ഓക്സിജൻ ഉണ്ട് അല്ലേ. എന്നാൽ ഇവിടെയോ ഇത് 4 + 3 എത്രയാ 7 ഓക്സിജൻ ഉണ്ട്. എവിടെയാ ഓക്സിജൻ കുറവ്, പ്രൊഡക്റ്റ് സൈഡിൽ. അപ്പൊ എന്ത് ഇട്ട് കൊടുക്കുക, ഇവിടെ എന്തിട്ട് കൊടുക്കുക, പ്ലസ് ഒരു ഓക്സിജൻ കുറവുള്ളതുകൊണ്ട് ഒരു വാട്ടർ മോളിക്കൂൾ ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇനി നോക്കിയോ, ഇനിയാണ് ഇവിടുത്തെ ഇമ്പോർട്ടന്റ്. ഇത് ശ്രദ്ധിച്ചേ, ഇവിടെ ബേസിക് മീഡിയ ഇട്ട് കൊടുക്കല്ലേ, ഇത് എഴുതല്ലേ, ഈ സ്റ്റെപ്പ് എഴുതല്ലേ, ഞാൻ പറഞ്ഞുതരാം. മൂന്നാമത്തെ സ്റ്റെപ്പിനകത്ത് ഇത് ഒരു കാര്യം ചെയ്ത്, രണ്ടാമത്തെ സ്റ്റെപ്പ് അല്ലേ, നാലാമത്തെ സ്റ്റെപ്പായിട്ട് തന്നെ എഴുതിക്കോ. നാലാമത്തെ സ്റ്റെപ്പ് ഫോർത്ത് സ്റ്റെപ്പ് എന്താ ചെയ്യുന്നത്, ഫോർത്ത് സ്റ്റെപ്പ് ബാലൻസിങ് എന്താണ്, ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ആണ്. ഇത് ഇതേപോലെ തന്നെ എഴുതുന്നു, 4 MnO4 മൈനസ് പ്ലസ് എന്താ Br മൈനസ് ഗീവ്സ് എത്രയാ 2 MnO2 പ്ലസ് BrO3 മൈനസ്. ഓക്കെ ആണല്ലോ. ഇവിടെ എന്താ ഞാൻ പറഞ്ഞത്, ഓക്സിജനെ ബാലൻസ് ചെയ്യണം. ഇവിടെ എത്ര ഓക്സിജൻ ഉണ്ട്, 8 ഓക്സിജൻ ഉണ്ട് ആണോ. ഇവിടെ എത്ര ഓക്സിജൻ ഉണ്ട്, 7 ഓക്സിജൻ ഉണ്ട്. ഇവിടെ ഓക്സിജൻ എവിടാണോ കുറവ് അവിടെ എന്ത് ചെയ്യണം, അവിടെ വാട്ടർ മോളിക്കൂൾ ഇട്ട് കൊടുക്കുക. ഇവിടെ ഒരു ഓക്സിജൻ കുറവാണ്, അതുകൊണ്ട് ഇവിടെ ഒരു വാട്ടർ മോളിക്കൂൾ ഇട്ട് കൊടുക്കല്ലേ. ഇനി ഇത് ബേസിക് മീഡിയം ആയതുകൊണ്ട് ഇപ്പൊ ഇവിടെ ഹൈഡ്രജൻ എത്ര വന്നു, ഇവിടെ 2. ആ ഹൈഡ്രജനെ ബാലൻസ് ചെയ്യാൻ ബേസിക് മീഡിയം ആണെങ്കിൽ ഇപ്പുറത്ത് അത്രയും തന്നെ OH മൈനസ് 7 ഇട്ട് കൊടുക്കണം. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, എന്താണെന്നറിയോ, ഇവിടെ 2 OH മൈനസ് 7 ഇടുമ്പോൾ ഹൈഡ്രജൻ ബാലൻസ് ആയി, പക്ഷെ ഇവിടുത്തെ ഓക്സിജൻ വീണ്ടും എന്ത് ചെയ്തു, ഇംബാലൻസ് ആയി. ഇങ്ങനെ വരുന്ന കേസിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ, ഇവിടെ നോക്കിക്കോളൂ, ഇവിടെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാം, ഇവിടെ H2O ഇട്ട് കൊടുത്തു, ഓക്സിജനെ ബാലൻസ് ആയി. ഇവിടെ OH മൈനസ് ഇട്ട് കൊടുക്കരുത്, പകരം ഇവിടെ അത്രയും തന്നെ H2O ഇട്ട് കൊടുക്കുക, 2H2O ഇട്ട് കൊടുക്കുക. ഓക്കെ, കാരണം ഇവിടെ 2 ഹൈഡ്രജൻ, ഇവിടെ 2 H2O, ഇവിടെ എത്ര OH മൈനസ് ആയിട്ട് കൊടുക്കണ്ടേ ഹൈഡ്രജനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി, എത്ര OH മൈനസ് ആയിട്ട് കൊടുക്കണ്ടേ, ഇവിടെ എത്ര ഹൈഡ്രജൻ ഉണ്ട്, 2. അപ്പൊ അതിനെ ബാലൻസ് ചെയ്യാൻ എത്ര ഇതിട്ട് കൊടുക്കണം, 2. അപ്പൊ 2 H2O ഇട്ട് കൊടുക്കുക. എന്നിട്ടുണ്ടല്ലോ ഇപ്പുറത്ത് നിങ്ങൾ ഒരു 2 OH മൈനസ് ആഡ് ചെയ്യും. ഒന്നുകൂടെ പറഞ്ഞുതരാം, നോക്കിക്കോളൂ, ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇത് ആസിഡ് മീഡിയത്തിലാണെങ്കിൽ ഇങ്ങനെ പ്രശ്നമില്ല, ആസിഡ് മീഡിയത്തിലാണ് കുറച്ചുകൂടെ എളുപ്പമാണ്. ഇവിടെ നോക്കിയോ, ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ 8 ഓക്സിജൻ, ഇവിടെ എത്ര ഓക്സിജനാ, അപ്പം ഒരു ഓക്സിജനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു വാട്ടർ മോളിക്കൂൾ ഇട്ട് കൊടുത്തു. ബേസിക് മീഡിയം ആയതുകൊണ്ട് ഇവിടെ 2 ഹൈഡ്രജൻ വരുമ്പോൾ ഇവിടെ 2 OH മൈനസ് അയൺസ് ഇട്ട് കൊടുക്കേണ്ടതായിരുന്നു. പക്ഷെ ഇവിടെ 2 OH മൈനസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം എന്താ, ഇവിടെ 2 ഓക്സിജൻ വരുമ്പോൾ അത് വീണ്ടും ഇംബാലൻസ് ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നറിയാമോ, ഇവിടെ 2 വാട്ടർ മോളിക്കൂൾ തന്നെ ഇട്ട് കൊടുക്കുക, 2H2O തന്നെ ഇട്ട് കൊടുക്കുക. ഇവിടെ H2O ഇട്ട് കൊടുത്തു, ഇവിടെ OH ഓരോ എന്ത് ചെയ്തു, 2 വാട്ടർ മോളിക്കൂൾ ഇട്ട് കൊടുത്തു. ഓക്കെ ആണല്ലോ. ഇനി എന്ത് ചെയ്യാന്നറിയാമോ, ഇപ്പുറത്ത് ഇവിടെ ഇപ്പൊ എന്താണ് എത്ര ഹൈഡ്രജനായി, 4. ഇവിടെ എത്ര ഹൈഡ്രജൻ ഉണ്ട്, അപ്പൊ ഇനി 2 OH മൈനസ് കൂടി ഇട്ട് കഴിഞ്ഞാൽ ഹൈഡ്രജനും ഓക്സിജനും എല്ലാം ബാലൻസ് ആയി ഇല്ലേ. ഇനി ഫൈനൽ റിയാക്ഷൻ എന്താണെന്നറിയാമോ, ഫൈനൽ റിയാക്ഷൻ നോക്കിയോ, ഇവിടെ എത്ര H2O ഉണ്ട്, ഇവിടെ എത്ര H2O ഉണ്ട്, ഈ H2O ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമ്പോൾ 2 H2O എന്ന് ഒരു H2O മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എന്ത് വരും, ഒരു H2O. അപ്പൊ ഫൈനൽ റിയാക്ഷൻ വേണ്ടിയതായിരിക്കും 2 MnO4 മൈനസ് പ്ലസ് Br മൈനസ് പ്ലസ് H2O gives 2 MnO2 പ്ലസ് BrO3 മൈനസ് പ്ലസ് എന്താണ് 2 OH മൈനസ്. ആസിഡ് മീഡിയം ആണെങ്കിൽ പ്രശ്നമില്ല, എന്താ ഇവിടെ OH മൈനസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട്, അല്ല ഇവിടെ H2O ഇട്ട് കൊടുത്തിട്ട് അതിനെ ബാലൻസ് ചെയ്യാൻ ഇപ്പുറത്ത് H പ്ലസ് ഇട്ട് കൊടുക്കാം. അത് നമുക്ക് അതും കൂടെ ഒരെണ്ണം കൂടെ ചെയ്യാം. അപ്പൊ അത് എളുപ്പമായി, ഇച്ചിരി പാടാം. OH മൈനസ്
ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ശരിക്കും പറഞ്ഞാണ്ടല്ലോ ഫൈനൽ നിങ്ങൾക്ക് നിങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ എഴുതി വെച്ചിട്ട് ഇത് മാത്രം എഴുതിയാൽ മതി. പക്ഷെ ഇതിലേക്ക് എത്തണമെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾ ഇതെല്ലാം ചെയ്ത് നോക്കണം. 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇതെല്ലാം ചെയ്താലേ പറ്റുള്ളൂ. ഓക്കെ ആണല്ലോ. ചിലപ്പോൾ ക്വസ്റ്റ്യനകത്ത് ഈ H2Oയും OHും ഒക്കെ തരും, നിങ്ങൾ വെറുതെ നമ്പർ ബാലൻസ് ചെയ്തിട്ട് കൊടുത്താൽ മതി. പക്ഷെ നിങ്ങൾ അപ്പോഴും ചെയ്യുമ്പോൾ എങ്ങനെ തന്നെ ചെയ്യാം, ഞാനിപ്പോൾ പഠിപ്പിച്ച മോഡൽ തന്നെ ലാസ്റ്റ് മാത്രം H2Oയും OH മൈനസും ഒക്കെ ഇട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കാം. കേട്ടല്ലോ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം, ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. എന്നിട്ട് പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഈ വീഡിയോ ഞാൻ വീഡിയോ അയച്ചു തരാം, ഈ വീഡിയോ വീണ്ടും വീണ്ടും കാണണം. ഇങ്ങനെ ഒറ്റ തവണ കണ്ടാൽ ഇത് മനസ്സിലാവത്തില്ല, വീണ്ടും വീണ്ടും ഈ വീഡിയോ കണ്ടാലേ അത് മനസ്സിലാവുള്ളൂ കേട്ടോ. ഒരു 10 പ്രാവശ്യം ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അത് സെറ്റ് ആവും. മനസ്സിലായോ? ഡൗട്ട് ഉള്ളവർക്ക് ചോദിക്കാമേ, ഡൗട്ട് ഉള്ളവർക്ക് ചോദിക്കാം. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. പെട്ടെന്ന് എഴുതണേ, പെട്ടെന്ന് എഴുതണേ. നമുക്ക് ഒരു മെത്തേഡുണ്ട്. ഈ ക്വസ്റ്റ്യൻ തന്നെ അസിഡിക് മീഡിയത്തിൽ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ഹാഫ് റിയാക്ഷൻ മെത്തേഡിലേക്ക് പോവാം. ഓക്കെ. ഇത്രേ ഉള്ളൂ ഇന്നത്. അതൊക്കെ ഒരു പേജ് 5 പേജ് 10 പേജ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ തരാം. പക്ഷെ ഇത്രേ ഉള്ളൂ. ഡൗട്ട് ഉള്ളവർ ചോദിക്കണേ. ഞാൻ ഓരോരുത്തരോട് ഒന്ന് ചോദിക്കാം. ക്രിസിൻ ഓക്കെ ആണോ? ഇത് ക്രിസിൻ ഓക്കെ ആണോ? ക്രിസിൻ പ്രവിൻ ഓക്കെ ആണോ? പ്രവിൻ ക്രിസിൻ ഓക്കെ. ജൊഹാൻ ഓക്കെ ആണോ? ജൊഹാൻ അരവിന്ദ് അന്ന അമൽ അലൻ അർജുൻ ഓക്കെ ആണ് സർ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ചോദിക്കുക. ഈ വീഡിയോ വീണ്ടും വീണ്ടും കാണുക, എന്നാലേ ഇത് മനസ്സിൽ ഇരിക്കത്തുള്ളൂ, അല്ലെ ഇതെല്ലാം മറന്നുപോകും. വീണ്ടും വീണ്ടും പറയാണ്. ഓക്കെ. നമുക്ക് ഇത് തന്നെ ബാലൻസ് നോക്കി, ഇത് തന്നെ നോക്കി, നിങ്ങൾ എഴുതിയെന്ന് വിശ്വസിക്കുന്നു. ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ ആസിഡ് മീഡിയത്തിൽ നമുക്ക് ഹാഫ് റിയാക്ഷൻ മെത്തേഡ് വെച്ച് ഒന്നും ചെയ്ത് നോക്കാം. അതുകൂടെ പഠിപ്പിച്ചിട്ട് നമുക്ക് നോക്കാം. അപ്പം രണ്ടാമത്തെ മെത്തേഡ് നോക്കിയോ, ഹാഫ് റിയാക്ഷൻ മെത്തേഡ്. മർത്തോമ സ്കൂളിൽ എനിക്ക് തോന്നുന്നു ഇന്ന് ഓഫ്ലൈൻ വന്ന പിള്ളേർ പറഞ്ഞത് ഹാഫ് റിയാക്ഷൻ മെത്തേഡ് മാത്രമേ പഠിപ്പിച്ചുള്ളൂ എന്നാണ് പറയുന്നത്. നിങ്ങൾ ഈ മെത്തേഡ് വെച്ച് ഈ മെത്തേഡ് ചെയ്യാൻ എനിക്കൊന്നും പ്രശ്നമൊന്നുമില്ല. ഓക്കെ ആണല്ലോ. അപ്പം ഇതാണ് ചോദ്യം. ഈ ക്വസ്റ്റ്യൻ തന്നെ MnO4 മൈനസ് പ്ലസ് Br മൈനസ് gives Mn2 പ്ലസ് എന്താ Br2. ഇങ്ങനെയാണ് അതിന്റെ വേറൊരു മറ്റേ ക്വസ്റ്റ്യൻ ഇല്ല, കുറച്ച് വ്യത്യാസമുണ്ട്. Br2 എന്നാണ് തന്നിരിക്കുന്നത്. അസിഡിക് മീഡിയം ആണ്, അസിഡിക് മീഡിയം ആണ് അവർ തന്നിട്ടുണ്ട്. ചിലപ്പോൾ അസിഡിക് മീഡിയം ഒന്നും തരത്തില്ല, പകരം എന്ത് ചെയ്യും, വേണ്ട ഇവിടെ ഒരു H+ഉം ഇവിടെ ഒരു H2Oയും തരും. അതിനെ ബാലൻസ് ചെയ്യണം, 2, 3 ഒക്കെ ഇട്ട് കൊടുത്ത് ബാലൻസ് ചെയ്യണം. പക്ഷെ നിങ്ങൾ എഴുതുമ്പം എങ്ങനെ എഴുതാവും, ഈ H+ഉം H2Oയും ആദ്യം ഇടരുത്, അത് അവസാനമേ ഇടാവൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഞാൻ അതുകൊണ്ടാണ് അത് തരാത്തത്. വേണ്ട, ഇതിങ്ങനെയാണ് ക്വസ്റ്റ്യൻ. എന്നിട്ട് ഇവർ ചോദിക്കുക ബാലൻസ് ദ ഫോളോയിങ് റെഡോക്സ് റിയാക്ഷൻ ബൈ ഹാഫ് റിയാക്ഷൻ മെത്തേഡ്. ഇങ്ങനെയാണ് ചോദ്യം. അങ്ങനെയെങ്കിൽ നിങ്ങൾ ആദ്യം എന്താ എഴുതേണ്ടതെന്ന് അറിയാമോ? ആദ്യം നിങ്ങൾ എല്ലാത്തിന്റെയും ഓക്സിഡേഷൻ സ്റ്റേറ്റ് എഴുതുക. നമുക്കറിയാലോ MnO4 മൈനസിനകത്ത് Mnന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാ? +7. Br മൈനസിനകത്ത് ഇതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാ? -1. Mn2 പ്ലസിനകത്ത് Mnന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാ? +4. Mn2 പ്ലസിനകത്തെയോ? Mn2 പ്ലസിനകത്ത് ഒരെണ്ണം മാത്രമേ ഉള്ളൂ, അത് 2+ ആ. Br മൈനസിനകത്തെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാ? Br2നകത്തെ Br2 എന്ന് പറയുമ്പോൾ എലമെന്റൽ ഫോം ആയതുകൊണ്ട് അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എപ്പോഴും എത്രയായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ ആണല്ലോ. ഇനി ഇവിടെ എന്താ ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞേ, നമ്മൾ ആർക്കാണോ ഓക്സിഡേഷൻ സംഭവിച്ചത് എത്ര കുറഞ്ഞു, ആർക്കാണോ റിഡക്ഷൻ സംഭവിച്ചത് എത്ര കൂടി എന്നുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്യാം, നോക്കാം അല്ലേ. അപ്പൊ നോക്കിയോ, ഇവിടെ MnO4 എന്തായിട്ട് മാറി? MnO4 +7ൽ നിന്ന് എന്തായിട്ട് മാറി? +2 ആയിട്ട് മാറി. അപ്പൊ അവിടെ ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞോ കൂടിയോ? ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞോ കൂടിയോ? ഓക്സിഡേഷൻ